ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ജയിൽ വകുപ്പിൽ അഴിച്ചുപണി. 8 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് എൻ ഗിരീഷ് കുമാറിനെ കാസർഗോഡ് ജില്ലാ ജയിൽ സൂപ്രണ്ടാക്കി. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലാ ജയിലുകളിൽ സൂപ്രണ്ടുമാരെ നിയമിച്ചു. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സമ്പൂർണ്ണ അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു മാറ്റങ്ങൾ എങ്ങനെ? അനീഷ, കേരളത്തെ ഞെട്ടിച്ചത് ഗോവിന്ദച്ചാമിയുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ജയിൽ ചാട്ടമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ സെൻട്രൽ ജയിലുകളിൽ നിന്നും മറ്റ് ജയിലുകളിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള സ്ഥലം മാറ്റവും പുതിയ നിയമനങ്ങളും നടന്നിരുന്നില്ല. അതിനിടയിലാണ് കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത്. അതിന് പിന്നാലെയാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ സംബന്ധിച്ച കാര്യത്തിനകത്ത് ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജോയിന്റ് ജയിൽ സൂപ്രണ്ട് ഗിരീഷ് കുമാറിനെ അവിടുന്ന് സ്ഥലം മാറ്റം നൽകി കാസർഗോഡ് ജില്ലാ ജയിൽ ഹൊസ്ദുർഗ സൂപ്രണ്ടായിട്ട് നിയമിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടായിരുന്ന റിനിൽ കെ.കെയ്ക്ക് സ്ഥലം മാറ്റം നൽകി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് 8 ജയിലുകളിലേക്കാണ് 8 ഉദ്യോഗസ്ഥർക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ജയിലുകളിലേക്കുള്ള ഒരു മാറ്റം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോടും ജില്ലാ ജയിലുകളിൽ സൂപ്രണ്ടുമാർ ഉണ്ടായിരുന്നില്ല. അവിടേക്കും സൂപ്രണ്ടുമാരെ നിയമിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സീനിയർ ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് ജിജീഷ് ഇവിക്ക് സൂപ്രണ്ട് തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി നിയമിച്ചു. പാലക്കാട് ജില്ലാ ജയിൽ സൂപ്രണ്ടായിരുന്ന അനിൽ CS-ന് സ്ഥലമാറ്റം നൽകി കോട്ടയം ജില്ലാ ജയിൽ സൂപ്രണ്ടായി നിയമിച്ചു. തവനൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്ന അർജുൻ അരവിന്ദിന് 8 ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യനാണ്. മറ്റു വാർത്തയിലേക്കാണ്.